ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രീ പോസ്, വൃക്ഷാസന. അതൊരു സ്റ്റാൻഡിങ് പോസാണ്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള തുടക്കക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസാണ്. നമുക്കറിയാം ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റീസ് എന്താണ്? വളരെ സ്റ്റെബിലിറ്റി ഉള്ളതാണ്, സ്ട്രോങ് ഫൗണ്ടേഷനാണ്. അതുതന്നെയാണ് നമ്മൾ ട്രീ പോസ് ചെയ്യുമ്പോൾ നമ്മളിലും ഉണ്ടാകുന്ന ക്വാളിറ്റി. അപ്പോൾ നമുക്കിന്ന് ട്രീ പോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വൃക്ഷാസന ചെയ്യുന്നതിനായിട്ട് ആദ്യം ഈ കാലുകൾ ഈക്വലി വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുക. കൈ രണ്ടും ബോഡിയുടെ ഇരുവശത്തായി വെക്കുന്നു. ആദ്യം നമ്മൾ റൈറ്റ് സൈഡിലെ കാലാണ് ബെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്യുന്നു. റൈറ്റ് ഫൂട്ട് ലെഫ്റ്റ് ഇന്നർ തൈസിൽ വെക്കുന്നു. ലെഫ്റ്റ് ഇന്നർ തൈസിൽ നമ്മുടെ ഗ്രോയിൻ ഏരിയയിലേക്ക് ക്ലോസ് ചെയ്തുകൊണ്ട് വെക്കാൻ ശ്രമിക്കുക. കാലിൻ്റെ ഹീൽസ്, റൈറ്റ് ഹീൽസ് നന്നായി പ്രസ് ചെയ്തുകൊണ്ട് നിന്നാൽ മാത്രമേ നമുക്ക് ബാലൻസ് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ റൈറ്റ് നീ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തിരിക്കണം. ബോഡി സ്ട്രെയിറ്റ് ലൈനായിട്ട് ചെസ്റ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിൽക്കുക. ബിഗിനർ സ്റ്റേജിൽ നമ്മൾക്ക് ഇങ്ങനെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, നമ്മുടെ കാലിൻ്റെ മസിൽസ് വീക്കാണെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ നിൽക്കുമ്പോൾ ബിഗിനർ സ്റ്റേജിൽ നമ്മൾ കൈകൾ മുകളിലേക്ക് എടുത്ത് കൈ രണ്ടും പാംസ് ജോയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കൈ ഹിപ്പിൽ വെച്ചുകൊണ്ട് നിന്ന് പ്രാക്ടീസ് ചെയ്യാം. കാലുകൾക്ക് സ്ട്രെങ്ത് കിട്ടിയതിന് ശേഷം മാത്രം കൈ മുകളിലേക്ക് ഉയർത്താം. ഇതാണ് ഫൈനൽ സ്റ്റേജ് വൃക്ഷാസനയുടെ. ഈ പോസിൽ നമുക്കൊരു 10 ബ്രീത്ത് എടുത്തുകൊണ്ട് ഹോൾഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബാലൻസ് കിട്ടും. സ്ലോലി എക്സേൽ ചെയ്തുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. സ്ലോലി കാൽ റിലീസ് ചെയ്യാം. ബിഗിനർ സ്റ്റേജിൽ നമുക്ക് കാലുകൾ ഈ തൈസിൽ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കാല് നീയുടെ താഴെയായിട്ട് വെച്ചുകൊണ്ട് നിൽക്കാവുന്നതാണ്. ഒരിക്കലും നീല് വെച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല, അത് നീയിലേക്ക് സ്ട്രെയിൻ പോവും. അതുകൊണ്ട് തന്നെ കാലുകൾ താഴെ വെച്ച് നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാം. ഇതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡാണ് ഇപ്പോൾ ചെയ്തത്, നമുക്ക് ലെഫ്റ്റ് സൈഡ് ചെയ്യാം. കാലുകൾ ബെൻഡ് ചെയ്യുന്നു, ലെഫ്റ്റ് ലെഗ് ബെൻഡ് ചെയ്യുക. ലെഫ്റ്റ് ഹീല് റൈറ്റ് ഇന്നർ തൈസിൽ വെക്കുക. ലെഫ്റ്റ് നീ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തിരിക്കണം. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് കൈ രണ്ടും മുകളിലേക്ക് ഉയർത്തുക. പാംസ് ടുഗെദർ. ഇനി കൈയുടെ ബൈസെപ്സ് നമ്മുടെ ഇയറുമായി ചേർത്ത് വെക്കുക. ഒരു 10 ബ്രീത്ത് എടുക്കാം. അതിനുശേഷം എക്സേൽ ചെയ്തുകൊണ്ട് കൈകൾ രണ്ടും താഴേക്ക്. സ്ലോലി റിലീസ് യുവർ ലെഫ്റ്റ് ലെഗ്. ഈ വൃക്ഷാസന എന്ന് പറഞ്ഞ പോസ്റ്റർ നമുക്ക് ഏജ് ആവുന്നതിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കോർഡിനേഷൻ, സ്റ്റെബിലിറ്റി ഇതെല്ലാം നഷ്ടമാവും. അതുകൊണ്ട് തന്നെ താഴെ വീഴാനുള്ള ടെൻഡൻസി ഒക്കെ കൂടുതലായിരിക്കും ഏജ് ആയിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ ഈ ഒരു പോസ്റ്റർ നമ്മൾ ഏർലി സ്റ്റേജിലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റെബിലിറ്റി, സ്റ്റാമിന ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. കാലുകൾ വീക്കാണെങ്കിൽ നമുക്ക് നിൽക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ഇങ്ങനെ വൃക്ഷാസനയിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വാളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നുകൊണ്ട് ഈ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള യോഗ ആസനാസുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.